3 മണിക്ക് അലാം വെച്ച് ഞാൻ കൃത്യസമയത്തിന് എണീറ്റു. പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ പിള്ളേരുടെ 2-3 മരുന്നൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി, പനിയുടെയും ജലദോഷത്തിൻ്റെയും അങ്ങനെയൊക്കെ. എന്നിട്ട് നേരെ പോയി അപ്പം ചുടാനുള്ള ചട്ടി വെച്ചു. പിന്നെ അപ്പുറത്തായിട്ട് മെഴുക്ക് പുരട്ടാനുള്ള പാത്രവും. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ട്രാവലർ 5:30 ഇവിടെ നിന്ന് പുറപ്പെടും. 5:15 ആകുമ്പോഴത്തേക്ക് വണ്ടി ഇവിടെ എത്തും. എളുപ്പത്തിന് ഇഡ്ഡലി ഉണ്ടാക്കി ചമ്മന്തിയും കാച്ചാനായിരുന്നു പ്ലാൻ. പക്ഷേ മാവ് മേടിച്ചുകൊണ്ട് വന്നത് അമ്മയ്ക്ക് മാറിപ്പോയി. ഇനിയിപ്പോൾ അപ്പവും മുട്ടക്കറിയാക്കാം. മെഴുക്ക് പുരട്ടി ഒരു വെറൈറ്റിയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകും വെളുത്തുള്ളിയും കപ്പലണ്ടിയും കൂടി ഇട്ട് വഴറ്റി അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നെടുകെ കീറി അരിഞ്ഞ് ഇന്നലെ ഫ്രിഡ്ജിൽ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ച് അച്ചിങ്ങപ്പയറിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് മുട്ടക്കറിയാക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഉള്ളിയൊക്കെ ഈ ചോപ്പറിൽ അങ്ങ് അരിഞ്ഞെടുക്കുന്നതാണ്. തക്കാളിയും ഞാൻ ചോപ്പറിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് ഇങ്ങനെയുള്ള പീസസ് കിട്ടും. ഇതിനിടയ്ക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പം ചുടുന്നത് ഇതിനിടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു കേട്ടോ. അമ്മയും കുട്ടികളെ ഒന്നും എണീപ്പിക്കാതിരിക്കാൻ മാക്സിമം സൗണ്ട് കുറച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ആ ഉള്ളിയൊക്കെ കൂടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങിയപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് വഴറ്റി തക്കാളി ചേർത്ത് വേവിച്ചെടുത്തു. ഇനി ലേശം വെള്ളവും കൂടി ഒഴിച്ചാൽ നമ്മൾ ഇന്നലെ ചോറിൻ്റെ കൂടെ പുഴുങ്ങിയെടുത്ത കുറച്ച് കാടമുട്ടയുണ്ട്, അതുരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരിലയിൽ തന്നെ അങ്ങനെ അങ്ങ് പൊതിഞ്ഞെടുക്കുവാണ്. ചോറും അതുപോലെ തന്നെ ഒരൊറ്റ ഇലയിൽ എനിക്കും ആലനും പിള്ളേർക്കും ഉള്ളത് പൊതിഞ്ഞെടുക്കുവാണ്. ചമ്മന്തിയും മെഴുക്ക് പുരട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറിയും കൂടെ ഞാനൊരു പാത്രത്തിലാക്കി എല്ലാം ഒന്ന് തണുക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് കാപ്പിയിട്ടു. ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോള് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് വീട്ടിലേക്ക് നോക്കിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. മിനിയാൻ്റെയും കൊച്ചുവപ്പയൊക്കെ എണീറ്റിട്ടുണ്ട്. ദാ പറയുന്നതിന് മുമ്പ് വണ്ടിയും വന്നു. ഫ്രിഡ്ജിൽ മേടിച്ച് വെച്ചിരുന്ന പാക്കറ്റ് ചപ്പാത്തി എടുക്കാൻ മറക്കാതിരിക്കാൻ ഈ ഒരു ബാഗ് സഹിതം ഫ്രിഡ്ജിന്റെ മുന്നിലാണ് ഞാൻ കൊണ്ടുവച്ചിരുന്നത്. ഞങ്ങൾ 3 ഫാമിലീസ് ചേർന്നാണ് ട്രിപ്പ് പോകുന്നത്. ഞാനും അലനും കുട്ടികളും കൊച്ചുവപ്പയും മിനിയാൻ്റെയും കണ്ണമ്മോനും പിന്നെ കൊച്ചുവപ്പയുടെയും പപ്പയുടെയും ഒക്കെ ഒരു കസിൻ പവിഴെന്ന് വിളിക്കുന്ന സാംസണും റിഞ്ചു ചേച്ചിയും ഞങ്ങളുടെ ചോച്ചുവും പാറും റൊസാനയും എമിലിനും. കൊച്ചുവപ്പയ്ക്ക് 2 ആൺകുട്ടികളാണ്, എൻ്റെ 2 ആങ്ങളമാർ. ലിവുക്കുട്ടൻ കപ്പലിൽ നിന്ന് ഇറങ്ങി കിട്ടാനായിട്ടാണ് ഈ ഒരു വെക്കേഷൻ ട്രിപ്പ് ഇത്രയും ലേറ്റ് ആക്കിയത്. പക്ഷെ ആളിതുവരെ എത്തിയിട്ടില്ല. കഴിഞ്ഞ 9 മാസമായിട്ട് കടലിൽ കിടക്കുന്ന അവനില്ലാണ്ട് എങ്ങനെയാണ് ഒരു ട്രിപ്പ് പോകുന്നത്? ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസം തൊട്ട് അവൻ കൂടെ ഉണ്ടാവും. അതനുസരിച്ചാണ് നമ്മൾ ഡെസ്റ്റിനേഷൻസ് പോലും പ്ലാൻ ചെയ്തേക്കുന്നത്. തുടക്കത്തിലൊരു ഭക്തിഗാനം അത് നിർബന്ധമാണ്. ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലും. ഇതിൻ്റെ നടുക്കൂടുള്ള റോഡിലൂടെ ഞങ്ങളത് പൊന്മുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ദ ബൈ, പൊന്മുടി ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ച ഒരു ഫോറസ്റ്റ് റിസോർട്ടിലേക്കാണ്. ബാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ. ബൈ.